ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ബലരാമനും അതുപോലെ ഭാഗ്യശ്രീയും കൂടി സംസാരിക്കുന്നുണ്ട്. ബലരാമൻ പറയുകയാണ്, സാഗറുടെയും അതുപോലെ സുജുവിനെയും എനിക്ക് കാണണം. അവരെന്നെ മകനെ പോലെ സ്നേഹിച്ചവരാണ്. പക്ഷേ അവർക്ക് ഞാൻ തിരിച്ചടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ പാവങ്ങളെ ഒന്ന് കണ്ട് സംസാരിക്കണം. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ആദ്യമേ പോകുന്നത് അവരെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ള രീതിയിൽ ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന കോൺസ്റ്റബിളിന് മാത്രം അറിയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെയാണ് നിൻ്റെ അച്ഛനും അമ്മയും. അതുകൊണ്ട് തന്നെ നീ അവരോട് പ്രതികാരം തീർക്കാനായിരിക്കും പോവുക, അല്ലാതെ സ്നേഹപ്രകടനം നടത്താൻ വേണ്ടിയിട്ട് ആവില്ല എന്ന രീതിയിലൊക്കെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ഭാഗ്യശ്രീയും അവിടുന്ന് പോകുന്നുണ്ട്. വിഷമത്തോടു കൂടി തന്നെയാണ് ഓരോ കാര്യങ്ങളും ബലരാമൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് കൺമണിയും വിഷമത്തോടെ ഇരിക്കുകയാണ് കൺമണി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിൻ്റെ അതുപോലെ മാനസയും ആ വീഡിയോ കോളിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്ന കണ്ടതോടു കൂടി തന്നെ മനസ്സമാധാനം മുഴുവനും പോയിരിക്കുക കേട്ടോ കൺമണിയുടെ. അങ്ങനെ കൃഷി ഫോൺ ചെയ്യുന്ന സമയത്തൊന്നും കൺമണിയാണെങ്കിലോ ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. കൃഷിന് കുറച്ചൊക്കെ കാര്യം മനസ്സിലായി. ആ വീഡിയോ കോളിൽ അവൾ കണ്ട കാര്യങ്ങളൊക്കെ അവൾക്ക് വളരെയധികം വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ മാനസ റൂമിലേക്ക് വരുന്നുണ്ട്. റൂമിലേക്ക് വന്നതിന് ശേഷം, കൃഷ്, എൻ്റെ പനിയൊക്കെ മാറി, നീ ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ അസുഖങ്ങളൊക്കെ മാറി. നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ സ്നേഹിക്കുന്ന ഒരാൾ അടുത്തുണ്ടായതോടുകൂടി തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരാനായിട്ട് പോയി എന്ന രീതിയിലൊക്കെ സംസാരിക്കാട്ടോ ചെയ്യുന്നത്. പിന്നെ കൃഷ് ഒന്ന് എണീക്കുമെന്ന് പറയുന്നു. അങ്ങനെ കൃഷിന് പിടിയും വലിയും കൂടി എണീപ്പിക്കുന്നു. അതിനുശേഷം തന്നെ, കൃഷ്, ഇത്രയും എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ നീ എനിക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തില്ലേ? മാത്രമല്ല ഉപ്പ് തുണി തലയിൽ നനച്ചിട്ട് തന്നു, എന്നെ ചേർത്ത് പിടിച്ചു, എന്നെ തലോടി എല്ലാം ചെയ്തു. പിന്നെ നിനക്ക് എന്നോട് ഒരു വികാരവും തോന്നിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അല്ല, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ആൻറ്റിയമ്മയും അമ്മയൊന്നുമില്ല. മാത്രമല്ല പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയല്ലേ ഞാൻ. അതുകൊണ്ട് തന്നെ ഇത് രീതിയിലൊന്നും നിനക്ക് എന്നോട് തോന്നില്ലേ എന്ന് പറയുന്നുണ്ട്, ഇത് നിനക്ക് വേറെ അസുഖമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല, നിനക്ക് പനിയുമല്ല മണ്ണാങ്കാട്ടിയല്ല എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം കൃഷി പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് മാനസ കൃഷിനെ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിടുന്നു. അതിനുശേഷം തന്നെ പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേനും കൃഷ്ണൻ ദേഷ്യം വന്നതോടുകൂടി തന്നെ മാനസയെ നല്ല അടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിക്കുമ്പോഴത്തേനും മാനസ ബെഡിലോട്ട് വീഴുന്നുണ്ട്. നിനക്ക് നിൻ്റെ ആൻറ്റിയമ്മയോട് പറഞ്ഞേക്ക്, ഇമാതിരി ഓരോ കാര്യങ്ങളുമായിട്ട് എൻ്റെ പുറകെ വരണ്ട എന്നുള്ളത്. ഇത് നിനക്കുള്ളതല്ല, ആൻറ്റിയമ്മയ്ക്കുള്ളത് തന്നെയാണ്. നിന്നെ ഇങ്ങനെ പഠിപ്പിച്ച് വിട്ടില്ലേ, അതിന് വേണ്ടിയിട്ട് എന്ന രീതിയിൽ പറഞ്ഞ് കൃഷി അങ്ങോട്ട് പോകുന്നു. മാനസയാണെങ്കിലോ ആകെ നാറി ചമ്മി നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കൃഷി നേരെ പോകുന്നത് കൺമണിയുടെ അടുത്തേക്ക് തന്നെയാണ്. കൺമണിയെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ കൃഷി അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ വത്സല മേഡം അവിടുത്തെ കോൺസ്റ്റബിളും എല്ലാവരും നിൽക്കുന്നുണ്ട്. ആരെ എന്ത് വേണമെന്ന് പറയുമ്പോഴത്തേനും ധനലക്ഷ്മി ഓടി വരുന്നുണ്ട്. എടാ, നിനക്ക് ഇവിടെ എന്താടാ കാര്യം? അലിക ഡിസൈൻസിലെ ഒരാൾക്കും ഇവിടെ അവകാശമില്ല. കൺമണിയുടെ കല്യാണമാണ് നാളെ, നിനക്കൊക്കെ എന്താണ് ഇവിടെ ആഘോഷം പറയുന്നു. ഞാൻ എൻ്റെ കൺമണിയെ കാണാൻ വേണ്ടി വന്നതാണ്, അവളെ എനിക്ക് കാണണമെന്ന് പറയുന്നു. അതൊന്നും പറ്റില്ല, ഇവിടെ കണ്ടില്ലേ, ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ മാഡം നിൽക്കുന്നത് കണ്ടില്ലേ, പിന്നെ നിനക്ക് കാണണമെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നു. കണ്ടു മാഡം, ഇവൻ ഈ പറയുന്നത് എനിക്കിതൊന്നും അറിയില്ല, കൺമണിയെ കാണാൻ എന്നല്ലേ പറയുന്നത്, ആ കൊച്ചിനെ അങ്ങ് വിളിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ അച്ഛൻ വരുന്നുണ്ട്. കണ്ടോ, മകളെ കൊണ്ടുപോകാൻ വന്നതാണ് മരുമകനാവാൻ പോകുന്ന ആൾ. കണ്ടോ, നിങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൾ വഷളാവാതിരിക്കുക എന്ന് പറയുന്ന സമയത്ത് കൺമണിയും ഗോകുലും അവിടേക്ക് എത്തുന്നു കേട്ടോ. അതിനുശേഷം തന്നെ സർ എന്ന് പറയുമ്പോഴത്തേനും, കൺമണി, നിന്നെ ഞാൻ കൊണ്ടുപോകാനായിട്ട് വന്നതാണ്, എൻ്റെ കൂടെ നീ വരണം എന്ന് പറയുന്നു. പക്ഷേ കൺമണിയാണെങ്കിലോ അത് എന്താ പറയുക, ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ്. കാരണം ഒന്നാമത് മാനസികമായിട്ടുള്ള ആ ഒരു കാര്യം കാണുകയും അതുപോലെ ഈ അച്ഛനെ ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് കൺമണിക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. കൺമണി, നീ എന്തിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്, വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അതൊന്നും പറ്റില്ല എന്ന് ധനലക്ഷ്മി പറയുന്നുണ്ട്. അപ്പം മാഡം പറയുന്നുണ്ട്, അവർ രണ്ടുപേരും പ്രായപൂർത്തിയായിട്ടുള്ള രണ്ടുപേരാണ്, അവർക്ക് സംസാരിക്കണമെങ്കിൽ അവർ സംസാരിക്കട്ടെ, നീ ഇവിടെ നിൽക്കും, വല്ലാണ്ട് വിളച്ചിലെടുക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അമ്മായിമാരാണെങ്കിൽ അവരെ നോക്കുന്നുണ്ട് കേട്ടോ. അവരെന്തായിരിക്കും പറയാൻ പോകുന്നത്? ക്രിസ് സാർ അവളെ കൂട്ടിക്കൊണ്ട് പോകാനാണോ? കൺമണിക്ക് പറഞ്ഞൂടെ ഞാൻ വരുന്നുണ്ടെന്നുള്ളത്, അവൾ എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് കൺമണി, അതുപോലെ കൃഷും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്താ കൺമണി, ഞാനപ്പോൾ ഒന്നും മിണ്ടാത്തത്, അതൊരു പ്രശ്നമാക്കി എടുക്കേണ്ട എന്ന് പറഞ്ഞിട്ട് മാനസയുടെ പിടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ
കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ പറഞ്ഞ താളത്തിൽ തുള്ളിക്കൊണ്ടിരുന്നത്, അല്ലാതെ നിന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നല്ല. അപ്പുറത്തെ ആ മാനസികാവസ്ഥയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നീ എന്നോട് ക്ഷമിക്കണം. അവളെ ഞാൻ നല്ല തല്ല് വെച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നീ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നു. സർ, എനിക്ക് സർ എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെ പെട്ടെന്നൊക്കെ സാറിൻ്റെ കൂടെ വരാൻ സാധിക്കുമോ? എന്താ പറ്റാതെ? പൈസയുടെ കാര്യങ്ങളാണെങ്കിൽ ആ മുഴുവൻ എമൗണ്ടും ഞാൻ സെറ്റിൽ ചെയ്തോളാം കൺമണി, നീ വിഷമിക്കേണ്ട. നീ എൻ്റെ കൂടെ വായു. ഞാൻ അവിടെ അച്ഛനെ വിട്ടിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ വരുൺ അച്ഛനെ കൊല്ല ചെയ്യും. പാവം എൻ്റെ അച്ഛൻ അത്രമേൽ വിഷമിക്കുന്നുണ്ട് സർ. ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോരാൻ പാടില്ല എന്ന് പറയുന്നു. വേണ്ട, നമുക്ക് അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോകാം. നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കൺമണി എന്ന് പറയുന്നു. അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല സർ. സർ പറയണ പോലും നടക്കാനായിട്ട് പോകുന്നില്ല. എന്താ കൺമണി പിന്നെ ഞാൻ ചെയ്യേണ്ടത്? നാളെ നിൻ്റെ കല്യാണമാണ്. നിന്നെ എങ്ങനെ ഇന്ന് രക്ഷിച്ചല്ലേ പറ്റുള്ളൂ എനിക്കെന്ന് പറയുന്നു. അപ്പോഴത്തേനും അമ്മായിമാർ നോക്കുന്നുണ്ട്, എന്താ ഇവർ ഇത്രയും പറയാനായിട്ടുള്ളത്? അപ്പോൾ കൺമണി കരയുമ്പോഴത്തേനും, നീ കരയണ്ട, നീ വിഷമിക്കേണ്ട. ഈ അവസ്ഥയിൽ നിൻ്റെ അച്ഛനെ കൈവിടാൻ നീ നിൽക്കുന്നില്ലല്ലോ. നിൻ്റെ ഈ മനസ്സിനെയാണ് ഞാൻ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് കൺമണി. അതുകൊണ്ട് വിഷമിക്കേണ്ട. വരുണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ പൈസയുടെ ഇടപാടുകളും സെറ്റിൽ ചെയ്തിട്ട് ഞാൻ വരും നിന്നെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നേ പറ്റുള്ളൂ എന്ന രീതിയിൽ കൃഷ് കൺമണിയോട് പറഞ്ഞതിന് ശേഷം കൃഷ് അങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോഴത്തേനും ഗോകുൽ ഓടി വരുന്നുണ്ട്. അപ്പയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഗോകുലിനെ കെട്ടിപ്പിടിച്ച് കരയാൻ കേട്ടോ. നല്ല വിഷമത്തോടു കൂടി നിൽക്കുക കേട്ടോ കൺമണി. അത്രയും സങ്കടത്തോടു കൂടി നിൽക്കുന്ന കൺമണിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അപ്പോൾ തന്നെ അമ്മായിമാർ വീണ്ടും സംസാരിക്കുക ചെയ്യുന്നത്, ഇതെന്താ ക്രിസ്സാർ തിരിച്ചു പോയത്? കൺമണിയെ കൊണ്ടുപോയില്ലേ? ഇതാ ഞാൻ പറഞ്ഞത്, ക്രിസ്സാറിൻ്റെ കൂടെയും വരുണിൻ്റെ ഒപ്പമൊന്നും നമ്മൾ നിൽക്കണ്ട. നമ്മൾ കാഴ്ചക്കാരെ പോലെ നിന്നാൽ മതി. ആര് ജയിക്കുന്നു അവരുടെ കൂടെ അങ്ങ് കൂടാം. അല്ലാതെ ഇപ്പോൾ ഇത് കണ്ടോ, കൺമണി ഉപേക്ഷിച്ച് ക്രിസ്സാർ പോയി. ഇതിപ്പോൾ എന്താ അവസ്ഥ എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. കൃഷി നേരെ പോയത് വരുണിനെയും വരുണിൻ്റെ അച്ഛനെയും കാണാനായിട്ട്. വരുണാണെങ്കിൽ മണ്ഡപം ഒരുക്കാനുള്ള തിരക്കിലൊക്കെയാണ് നിൽക്കുന്നത്. ആ സമയത്ത് തന്നെ കൃഷ് അങ്ങോട്ട് വരുന്നുണ്ട്. വരുൺ, എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട കൃഷ്, എൻ്റെ കല്യാണമാണ്. അതിന് ഞാൻ മണ്ഡപം ഒരുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണെന്ന് പറയുന്നു. അങ്കിൾ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, പ്ലീസ് അത് കേൾക്കണം എന്ന രീതിയിൽ പറയുന്നു. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ഇവൻ നല്ല മാന്യനായിട്ടുണ്ടല്ലോ ഇപ്പോൾ, എന്താവോ ഇവൻ്റെ ദുരുദ്ദേശം എന്ന രീതിയിലും സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത്. എനിക്ക് കൺമണിയെ വേണം, അവളെ എനിക്ക് വിട്ടു തരണമെന്ന് പറയുന്നു. നിനക്ക് ഞാൻ കൺമണിയെ വിട്ടു തരില്ലടാ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുമായിട്ടുള്ള കല്യാണം ഞാൻ നാളെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. താൻ കേട്ടും അവളെ കെട്ടിച്ചിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഭാര്യയെ പോലെ അതുപോലെ തന്നെ വാഴ്ത്തിക്കൊണ്ട് നടക്കാനൊന്നുമല്ല. അവളെ ചവച്ചരക്കി ഞാൻ കണ്ടോ, അവളെ കഷ്ടപ്പെടുത്തും. എന്നെ ഇങ്ങനെ ഉപദ്രവിച്ച് അവളെ ഞാൻ വെറുതെ വിടും നീ വിചാരിക്കേണ്ട. അങ്ങനെ ഞാൻ അതിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചവിട്ടുകൊട്ടയിൽ എറിയ അവളെ എന്ന രീതിയിലൊക്കെ കൃഷ്ണൻ സംസാരിക്കുന്ന വരുണനോട് വീണ്ടും അച്ഛനോട് ചെന്ന് പറയുന്നുണ്ട്, കൺമണി എനിക്ക് വിട്ടു തരാൻ പറ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് തരും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിൽ തരാം, നിങ്ങൾ കാശ് മുടക്കിയതിൻ്റെ ഇരട്ടി ഞാൻ തരാം, ഇതാ ചെക്ക്, ഇതിൽ എത്ര വേണമെങ്കിലും എമൗണ്ട് വേണമെങ്കിലും എഴുതിയെടുത്തോളാൻ പറയുന്നു കേട്ടോ. അങ്ങനെ വരുണാണെങ്കിൽ വാങ്ങിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ അത് കൃഷ്ണൻ്റെ മുന്നിൽ കീറിക്കളഞ്ഞ് മുഖത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. നീ ഒന്നും വിചാരിക്കേണ്ട, നിൻ്റെ കൺമണിയെ ഞാൻ നാളെ തന്നെ കിട്ടും. അതിനെ ഇനി ആര് എതിർത്താലും എന്ത് പറഞ്ഞാലും ഞാൻ കിട്ടുവടാ എന്ന് പറയുന്നുണ്ട്. വന്നിട്ട് വേണമെങ്കിൽ സദ്യ ഉണ്ടിട്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അച്ഛൻ പറയുന്നുണ്ട് വരുണിൻ്റെ, മോനെ ഇതൊന്നും തടയാൻ നീ നിൽക്കണ്ട, കാരണം ഇത്രത്തോളായില്ലേ, ഇനി ഞങ്ങൾ പാട്ടിന് വിട്ടേക്കെന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും കാണിക്കുന്ന മാനസയും ആൻറ്റിയമ്മയാണ്. മനസ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കൃഷ്ണനെ തല്ലിയതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല ആൻറ്റിയമ്മേ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ പിന്നീടും കൃഷ്ണനോട് അടുത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. എനിക്ക് ഒറ്റ ഒരു ഉദ്ദേശമുള്ളൂ, കൃഷ്ണനെ കല്യാണം കഴിക്കുക. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ എന്ത് മാർഗം സ്വീകരിക്കും, എനിക്കൊരു കുഴപ്പമില്ല എന്ന രീതിയിൽ പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് വരുണും അച്ഛനും കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. സാഗറിനെയും സുജാനെയും കാണാനായിട്ട് വരുന്നു. പക്ഷേ അവരവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ആൻറ്റിമ്മയോടും അതുപോലെ മാനസയോടും കാര്യങ്ങൾ പറയാട്ടോ ചെയ്യുന്നത്. വരുണാണെങ്കിൽ അച്ഛനോട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ഇതാണ് മാനസ മേഡം, അലിക ഡിസൈൻസിലെ GM ആണ്. മാത്രമല്ല കൃഷ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. ഇവരുടെ എൻഗേജ്മെൻറ്റും അടക്കം എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നു കേട്ടോ. പക്ഷേ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇത്രയും നല്ല പെൺകുട്ടിയെ വേണ്ടാന്ന് വെച്ചിട്ടാണോ ഞാൻ വരുൺ കെട്ടാൻ പോകുന്ന കൺമണിയുടെ പുറകെ പോകുന്നത് എന്നറിയുമ്പോഴത്തേനും ഒന്ന് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കട്ടെ ചെയ്യുന്നത് മനസ്സ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളൊക്കെ കഴിയുന്നത്. നാളെ നല്ലൊരു പ്രമോ വിശേഷങ്ങളായിട്ട് വൈകിട്ട് നമുക്ക് വീണ്ടും